1,00,000 കോടി രൂപയുടെ വികസനം കിഫ്ബിയിലൂടെ ധനലഭ്യത ഉറപ്പാക്കി കേരള സർക്കാർ. കിഫ്ബി. കേരളത്തിന്റെ സ്വപ്ന പദ്ധതികളൊന്നായ ആനക്കാംപൊയിൽ കള്ളാടി മേപ്പാടി തുരങ്കപാതയുടെ ആദ്യ ബ്ലാസ്റ്റ് ഉടൻ. തിരുവമ്പാടിയിലെ പദ്ധതി സ്ഥലത്ത് രാവിലെ അല്പസമയത്തിനകം ആദ്യ ബ്ലാസ്റ്റിന്റെ സ്വിച്ച് ഓൺ കർമ്മം മുഖ്യമന്ത്രി പിണറായി വിജയൻ നിർവഹിക്കും. സുരക്ഷാ ക്രമീകരണങ്ങളുടെ ഭാഗമായി പ്രവേശനം പാസ് മുഖേന നിയന്ത്രിച്ചിട്ടുണ്ട്. അജി കുഞ്ഞുമോൻ വിവരങ്ങളും വച്ചിരുന്നു. അജി, പരിപാടി തുടങ്ങിയോ? അഷ്മി, അല്പസമയത്തിനകം തന്നെ മുഖ്യമന്ത്രി പിണറായി വിജയൻ കേരളത്തിന്റെ സ്വപ്ന പദ്ധതിയുടെ പ്രാരംഭ പ്രവർത്തനങ്ങൾക്ക് തുടക്കം കുറിക്കുന്നതിനായി ബ്ലാസ്റ്റിന്റെ സ്വിച്ച് ഓൺ കർമ്മം നിർവഹിക്കും. അല്പസമയത്തിനകം തന്നെയായിരിക്കും ഇന്ത്യയിലെ ദൈർഘ്യമേറിയ രണ്ടാമത്തെ ടിൻ ട്യൂബ് ടണലായ കോഴിക്കോട് വയനാട് ജില്ലകളെ ബന്ധിപ്പിക്കുന്ന ഈ ടണലിന്റെ നിർമ്മാണ ഉദ്ഘാടനം നടക്കുന്നത്. ഈ പ്രദേശത്ത് വലിയ തരത്തിലുള്ള ഒരുക്കങ്ങളടക്കം ഒരുക്കിയിട്ടുണ്ട്. കിഫ്ബി വഴിയാണ് പദ്ധതി പൂർത്തീകരണം നടക്കുന്നത്. 4 വർഷം കൊണ്ട് ഈ പദ്ധതി പൂർത്തീകരിക്കാൻ കഴിയുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ഓസ്ട്രേലിയൻ സാങ്കേതിക വിദ്യയിൽ കൊങ്കൺ റെയിൽവേക്കാണ് നിർമ്മാണത്തിന്റെ ചുമതല ഉള്ളത്. 2,134.5 കോടി രൂപയാണ് ഈ പദ്ധതിയുടെ ചെലവ് എന്ന് പറയുന്നത്. നമുക്ക് ദൃശ്യങ്ങളിൽ കാണാൻ കഴിയും. അല്പസമയത്തിനകം തന്നെ ഇതുമായി ബന്ധപ്പെട്ടുള്ള നിർമ്മാണ ഉദ്ഘാടനം മുഖ്യമന്ത്രി പിണറായി വിജയൻ നിർമ്മിക്കും. ഈ താമരശ്ശേരി ചുരത്തെ വലിയ തരത്തിൽ ഗതാഗത കുരുക്കൊക്കെ അനുഭവപ്പെട്ടപ്പോൾ സംസ്ഥാന സർക്കാരിന്റെ ഒരു സ്വപ്ന പദ്ധതി തന്നെയായിരുന്നു ഈ ബദൽ തുരങ്കപാത. കോഴിക്കോട് വയനാട് ജില്ലകളെ ബന്ധിപ്പിക്കുന്നു. പ്രത്യേകിച്ച് മലബാർ മേഖലയെ സംബന്ധിച്ചിടത്തോളം യാത്രാക്ലേശത്തിന് ഏറ്റവും പരിഹാരമാകുന്ന ഒരു ബദൽ പാത. അത് മാത്രമല്ല, എടുത്തു പറയേണ്ടത് ഈ മറ്റ് സംസ്ഥാനങ്ങളിലേക്കും ഈ പാത വരുന്നതോടുകൂടെ ചരക്ക് നീക്കം അടക്കമുള്ള കാര്യങ്ങൾക്ക് വലിയ തലത്തിലുള്ള പ്രയോജനകരമായ രീതിയിലായിരിക്കും ഈ പാത വരുന്നതോടെ അതിന്റെ ലക്ഷ്യത്തിലേക്ക് എത്താൻ കഴിയുക. നേരത്തെ ഞാൻ സൂചിപ്പിച്ചതുപോലെ തന്നെ ഓസ്ട്രേലിയൻ സാങ്കേതിക വിദ്യയിൽ കൊങ്കൺ റെയിൽവേയാണ് ഈ നിർമ്മാണം നടത്തുന്നത്. 2 ടണലാണ് ഇവിടെ ഉള്ളത്. ഈ 2 ടണലിന്റെയും പാറ പൊട്ടിക്കൽ ദൗത്യമാണ് ഇന്ന് മുഖ്യമന്ത്രി സ്വിച്ച് ഓൺ കർമ്മം നിർവഹിക്കുന്നത്. അത് അല്പസമയത്തിനകം തന്നെ നടക്കും. മേഖലയിൽ നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തിയിട്ടുണ്ട്. 100 പേർക്ക് മാത്രമാണ് ഇങ്ങോട്ടേക്കുള്ള പ്രവേശനമുള്ളത്. 100 പേർക്ക് മാത്രം പ്രവേശനം അനുവദിച്ച ചടങ്ങിൽ സാമൂഹ്യ രാഷ്ട്രീയ രംഗത്തെ നിരവധി പ്രമുഖർ, താമരശ്ശേരി രൂപത ബിഷപ്പ് റെമിജൂസ് ജിനാനിയിൽ, മന്ത്രി AK ശശീന്ദ്രൻ അടക്കമുള്ള വ്യക്തിത്വങ്ങളും ഈ പരിപാടിയുടെ ഭാഗമായി പങ്കെടുക്കുന്നുണ്ട് എന്നുള്ളതാണ് ഏറ്റവും എടുത്തു പറയേണ്ടത്. അല്പസമയത്തിനകം തന്നെ മുഖ്യമന്ത്രി ഇവിടേക്ക് എത്തുകയും ഈ ദൗത്യം തുടങ്ങുന്നതിനാവശ്യമായ ബ്ലാസ്റ്റ് എന്ന് പറയുന്നത് അജി പാറ തുരക്കൽ തുടങ്ങുന്നു എന്നുള്ളതാണ്, പാറ പൊട്ടിക്കൽ തുടങ്ങുന്നു എന്നുള്ളതാണ്. ഓസ്ട്രേലിയൻ സാങ്കേതിക വിദ്യ എന്ന് പറയുമ്പോൾ എങ്ങനെയാണത്? ആനക്കാംപൊയിൽ കള്ളാടി മേപ്പാടി തുരങ്കപാതയുടെ ഒരു പ്രത്യേക സെറ്റിൽ നമ്മൾ നിൽക്കുകയാണ് അജി. അപ്പോൾ ആ തുരക്കൽ ഓസ്ട്രേലിയൻ സാങ്കേതിക വിദ്യ എന്ന് പറയുമ്പോൾ എന്താണ് ആ വിദ്യ, എന്താണ് ആ ടെക്നിക്ക്? ഓസ്ട്രേലിയൻ സാങ്കേതിക അത്യാധുനിക മിഷനറീസ് ഉപയോഗിച്ചുകൊണ്ടാണ് കൊങ്കൺ റെയിൽ കോർപ്പറേഷൻ ഈ പാത നിർമ്മാണം പൂർത്തീകരണം നടത്തുന്നത്. അത്യാധുനിക മിഷനറീസും അത്യാധുനിക സാങ്കേതിക വിദ്യകളും ഉപയോഗിച്ചുള്ള ഒരു നിർമ്മാണ പ്രവർത്തനങ്ങളാണ് നടത്തുന്നത്. അതാണ് ഓസ്ട്രേലിയൻ സാങ്കേതിക വിദ്യ എന്ന് ഞാൻ നേരത്തെ സൂചിപ്പിച്ചത്. ഓസ്ട്രേലിയയിൽ നിന്നുള്ള പ്രത്യേക സാങ്കേതിക വിദ്യകൾ അടക്കം നിന്നുള്ള വൈവിധ്യമാർന്ന മിഷനറീസ് ഒക്കെ ഉപയോഗിച്ചുകൊണ്ട് തന്നെയാണ് ഈ പദ്ധതിക്ക് തുടക്കം കുറിക്കുന്നത്. ഈ ബ്ലാസ്റ്റിന്റെ സമയത്ത് എടുത്തു പറയുന്നത്, ഇതിനു മുൻപ് ചെറിയ തലത്തിൽ ഈ മേഖലയിൽ പാറകൾ പൊട്ടിച്ചിരുന്നു. അതിനുശേഷം ഇത് ഏറ്റവും ദൈർഘ്യമേറിയ ഒരു പ്രക്രിയയാണ് ഈ പാറ തുരുത്തുക എന്നുള്ളത്. അതുകൊണ്ടാണ് ഇന്ന് വലിയ സാങ്കേതിക മികവോടുകൂടെ അത്യാധുനിക മിഷനറീസ് സംവിധാനത്തോടെ അത് പൊട്ടിക്കാനുള്ള ഒരു ദൗത്യം ഇപ്പോൾ നടക്കുന്നത്. അതിനാണ് മുഖ്യമന്ത്രി ഇന്ന് തുടക്കം കുറിക്കുന്നത്. ഇതുമായി ബന്ധപ്പെട്ട പടുകൂറ്റൻ യന്ത്രങ്ങളടക്കം വയനാട് മേപ്പാടിയിലും ഒപ്പം തന്നെ ഈ കോഴിക്കോട് ജില്ലയിലെ ആനക്കാംപൊയിലടക്കം എത്തിക്കുകയും കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ അതുമായി ബന്ധപ്പെട്ടുള്ള ദൗത്യങ്ങളൊക്കെ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ആരംഭിക്കുകയും ചെയ്തിരുന്നു. വലിയ മിഷനറീസും ഒപ്പം തന്നെ അതിന് വേണ്ട അനുബന്ധമായിട്ട് വേണ്ട റോഡുകൾ, മറ്റ് സംവിധാനങ്ങളൊക്കെ നിലവിൽ ഒരുക്കിയിട്ടുണ്ട്. 4 വർഷം കൊണ്ട് ഇത് പൂർത്തീകരണമാണ് ലക്ഷ്യമിടുന്നത്. അതുകൊണ്ടാണ് ഓസ്ട്രേലിയൻ സാങ്കേതിക വിദ്യ ഉപയോഗിച്ചുകൊണ്ട് ഈ പദ്ധതി പൂർത്തീകരിക്കാൻ ഇപ്പോൾ സംസ്ഥാന സർക്കാരും ഒപ്പം തന്നെ കിഫ്ബിയും ശ്രമിക്കുന്നത്. നേരത്തെ ഞാൻ സൂചിപ്പിച്ചതുപോലെ 2,135.5 കോടി രൂപയാണ് ഈ പദ്ധതിയുടെ പ്രാരംഭ ചെലവ് എന്ന് പറയുന്നത്. അതിൽ ഏറ്റവും എടുത്തു പറയേണ്ടത് കൊച്ചി ബംഗളൂരു വ്യവസായി ഇടനാഴിയായി ഇത് മാറും എന്നുള്ളതാണ് ഏറ്റവും പ്രധാനമായും എടുത്തു പറയേണ്ടത്. ഹഷ്മി, 1ാം പിണറായി സർക്കാരിൻ്റെ കാലത്ത് തുടങ്ങിയ പദ്ധതിയാണത്. അന്ന് ഈ പ്രൊജക്ട് ലോഞ്ചിങ് അന്ന് തന്നെ നടന്നതാണ്. പിന്നീട് നിർമ്മാണ ഉദ്ഘാടനം അതിനിടയിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ നടത്തിയിരുന്നു. ഇതിപ്പോൾ പദ്ധതിയുടെ ഫസ്റ്റ് ബ്ലാസ്റ്റിംഗ് എന്നുള്ള ഉദ്ഘാടനമാണ് ഇപ്പോൾ നടക്കാൻ പോകുന്നത്.
അപ്പോൾ ഈ പറയുന്ന രീതിയിൽ എന്താണ് അത് സ്വപ്ന പദ്ധതിയാണ് എന്നാൽ ഒരു തർക്കവുമില്ല. കോഴിക്കോട് ജില്ലയും വയനാട് ജില്ലയും തമ്മിൽ ബന്ധിക്കുന്ന ആനക്കാംപോയിൽ കള്ളാടി തുരങ്കപാതയുടെ പാറ തുറക്കലാണ് അല്പസമയത്തിനകം അവിടെ തുടങ്ങാൻ പോകുന്നത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.